വിശദമായ വാർത്തകളിലേക്കാണ്. സർക്കാരിനെതിരെ ജനവികാരമുണ്ടെന്ന് അംഗീകരിച്ച് മുൻ ധനമന്ത്രി ടി.എം. തോമസ് ഐസക്. ക്ഷേമ പെൻഷൻ വൈകുന്നതിലടക്കം ജനങ്ങൾക്ക് ദേഷ്യവും ശുണ്ഠിയും ഒക്കെ തോന്നും. സാഹചര്യം ജനങ്ങളോട് ക്ഷമാപൂർവ്വം വിശദീകരിക്കും. പെൻഷൻ തുക 1000 രൂപയിൽ നിന്ന് 1600 രൂപയാക്കി LDF സർക്കാർ ഉയർത്തിയത് ആരും പറഞ്ഞിട്ടില്ല. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്ന് കേന്ദ്ര ഉപരോധം പിൻവലിച്ചാൽ പെൻഷൻ തുക 2000 രൂപയാക്കുന്നതടക്കം ആവശ്യങ്ങൾ നേടിയെടുക്കാൻ LDF ഉണ്ടാകുമെന്നും തോമസ് ഐസക് ന്യൂസ് 18നോട് പറഞ്ഞു. 2000 ആക്കാമെന്ന് വാഗ്ദാനം കൊടുക്കും. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പെൻഷൻ വർധന ഉൾപ്പെടെ അല്ലെങ്കിൽ പെൻഷൻ കൊടുത്തവരുടെ വിശ്വാസം ഉൾപ്പെടെ കൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. ആ വിശ്വാസം അതേപടി കാത്തുസൂക്ഷിക്കാൻ ഈ സർക്കാരിനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളോട് ക്ഷമാപൂർവ്വം വിശദീകരിക്കും. 1000 രൂപയാക്കുമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിന് നേരിട്ട് പനാറിൽ ജയിച്ചത്. 1600 ആക്കി. അപ്പോൾ ഇത്ര മനസ്സില്ലാത്തതല്ല, മനസ്സറിഞ്ഞ് ചെയ്യുന്നതാ. ഇത്തവണ പറ്റുന്നില്ല. അപ്പോൾ സ്വപ്പം ദേഷ്യമൊക്കെ നമ്മുടെ തോന്നും, ശുണ്ഠിയൊക്കെ തോന്നും. നിങ്ങൾ കഴിഞ്ഞോണം ഇങ്ങനെ ചെയ്തതല്ലേ, എല്ലാ മാസം 26-ാം തീയതി തന്നതല്ലേ. അത് ശരിയാ, അതിക്ക് മുമ്പ് 4 മാസം കൂടുമ്പോഴാണ് പെൻഷൻ. ഇപ്പോഴും അങ്ങനെ ആയിട്ടുള്ളൂ. ആ പെൻഷൻ കമ്പനി പൊളിച്ചത് UDF-ഉം BJP-യും കൂടിയാണ്. അതപ്പോൾ എല്ലാ മാസം തരാൻ പറ്റാത്തത്. ഇനി 1600 2000 ആക്കണം. ഈ കേന്ദ്ര വിരോധങ്ങൾ പിൻവലിക്കട്ടെ. അത് ഇന്ത്യ സർക്കാർ വന്നിട്ടല്ലാതെ പിൻവലിക്കാൻ പറ്റില്ല. BJP ചെയ്യില്ല. ഇന്ത്യ സർക്കാർ വരുമ്പോൾ കേരളത്തിൽ നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് മേടിക്കാൻ വേണ്ടി LDF ഉണ്ടാവണം അവിടെ. ഇതായിരിക്കും ഞങ്ങൾ പറയാൻ പോണ രാഷ്ട്രീയം പാവപ്പെട്ടവരോട്. അവർക്കത് മനസ്സിലാവും കേട്ടോ, ഒരു സംശയമില്ല. ഞാൻ പല സ്ഥലത്തും യോഗത്തിന്, ചെറിയ യോഗത്തിന്, വലിയ മൈതാനത്തിലല്ല ഞാൻ ചോദിക്കുന്നത്, ചോദിച്ചിട്ടാണ് തന്നത് കഴിഞ്ഞ പ്രാവശ്യം. അപ്പം മനസ്സുണ്ടെന്നുള്ളത് തർക്കമില്ലല്ലോ. അപ്പോൾ അവരൊക്കെ പറയാം അത് ശരിയാ. പിന്നെ ഇപ്പം പറ്റാത്തതുകൊണ്ടല്ലേ, നിങ്ങളെ വിഷമിപ്പിച്ച് എതിരാക്കാൻ ചിന്തിച്ചിട്ടാണ് ഈ രാഷ്ട്രീയം കളിക്കണം. അത് വീടരുത്, നമുക്ക് ഒരുമിച്ച് നേടാം എന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം. നിങ്ങൾ വർത്തമാനം പറയാം. പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും അനുഭവം ഉൾക്കൊണ്ട് ജാഗ്രത പുലർത്തണമെന്ന് തോമസ് ഐസക്. അവിടങ്ങളിലെ ദുഷിപ്പുണ്ടാകാതിരിക്കാൻ തെറ്റുതിരുത്തൽ നടപടി കൈക്കൊണ്ടു. അറിഞ്ഞു തിരുത്തുക എന്നതാണ് പ്രധാനമെന്നും തോമസ് ഐസക് ന്യൂസ് 18നോട് പറഞ്ഞു. ഈ ഒരു ചെങ്കൊടി ഉയർത്തിക്കെട്ടാൻ പോലും CPM-കാര് ഭയക്കുന്ന ത്രിപുര, ബംഗാൾ, അവിടെയൊക്കെ CPM-നെ ഈ അവസ്ഥ എത്തിച്ചത്, ദുഷിപ്പിച്ചത് തുടർഭരണം ആയിരുന്നു എന്നതൊരു സത്യമാണ്. ആ ഒരു തുടർഭരണത്തിലേക്ക് CPM ഇവിടെ കടന്നിരിക്കുന്നു. ഇനിയും തുടർഭരണം ഉണ്ടാവുമെന്ന് അവകാശപ്പെടുന്നു. അങ്ങനെയുള്ള CPM-നെ ദുഷിപ്പിക്കാതിരിക്കാൻ തുടർഭരണം വേണ്ടെന്നല്ല, ആ അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് ജാഗ്രത പുലർത്തണം. അവിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ദുഷിപ്പ് ഇവിടെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉദാഹരണത്തിന് തെറ്റുതിരുത്തലിൻ്റെ ഭാഗമായിട്ട് എത്ര നടപടിയെടുത്തു. 0 ടോളറൻസ് ടു അഴിമതി, ബോധ്യപ്പെട്ട നടപടിയെടുക്കുക. സ്ത്രീകളുടെ പെരുമാറ്റത്തിൽ അത് കർശനമായ നിലപാട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ശക്തമായ നടപടികൾ നമ്മൾ എടുക്കേണ്ടി വരും. ഇന്ന് മാഷ് പാർട്ടി സെക്രട്ടറി വയനാട് പോയി നിന്ന് പ്രസംഗിച്ചത് ഇന്നത്തെ മനോരമയിൽ വലിയ പ്രാധാന്യത്തോടല്ലേ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള അഹങ്കാരങ്ങളും അഭാവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അത് അറിഞ്ഞ് തിരുത്തുക എന്നുള്ളതാണ്. അല്ലാതെ ഞങ്ങൾ ദുഷിച്ചു പോവുകയെ അതുകൊണ്ട് ഞങ്ങൾ അധികാരത്തിലേക്ക് ഇല്ല എന്ന് പറയലല്ല. അധികാരത്തിലിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള പാളിച്ചകൾ വരാം എന്ന് മനസ്സിലാക്കി ജാഗ്രത പുലർത്താൻ, തെറ്റുകൾ തിരുത്താം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത തള്ളാതെ തോമസ് ഐസക്. സീറ്റുകൾ ജയിക്കുക എന്നതാണ് മാനദണ്ഡം. ജയിക്കാൻ അനുയോജ്യരായവരെ മത്സര രംഗത്തിറക്കും. ജയത്തിൽ കുറഞ്ഞൊരു ഏർപ്പാടില്ല എന്നും തോമസ് ഐസക് ന്യൂസ് 18നോട് വ്യക്തമാക്കി. പലർക്കും പലതും പറഞ്ഞു കേൾക്കുന്നു. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മത്സരിക്കാനിറങ്ങും. കാരണം CPM-ന് കേരളമാണ് ഏറ്റവും പ്രതീക്ഷയുള്ളത്. മറ്റിടത്തൊക്കെ തമിഴ്നാട് ഒരു സീറ്റോ 2 സീറ്റോ അവരുടെ കരുണയിൽ കിട്ടിയാലായി DMK-യുടെ. അപ്പുറത്തേക്ക് വലിയ പ്രതീക്ഷ പലയിടത്തുമില്ല. അങ്ങനെയെങ്കിൽ സീറ്റുകൾ പിടിച്ചെടുക്കാൻ താങ്കളെപ്പോലുള്ള മുതിർന്ന നേതാക്കൾ ഇറങ്ങുമെന്നൊക്കെ വലിയ പാർട്ടി ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ജയിക്കാൻ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ആളാണ്, സാധ്യതയേറുന്ന ആള്, അയാളെ മത്സരിപ്പിക്കാം. ജയിക്കണം. ജയത്തിൽ കുറഞ്ഞുള്ള വേറെ ഏർപ്പാടില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ബംഗാളിൽ വലിയ തകർച്ച, ആ തകർച്ചയിൽ നിന്ന് കരകയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സീറ്റ് കിട്ടുന്നതിലേക്ക് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
ത്രിപുരയിൽ ഇപ്പോഴും വോട്ട് ചെയ്യാൻ പോയ അടി കിട്ടും. അതാണ് അവിടുത്തെ അവസ്ഥ. ഞാനൊക്കെ ത്രിപുരയിൽ കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് അവരുടെ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് പോയിരുന്നു. അപ്പം ഞാനിത് ഭയങ്കര കൗതുകത്തിലാണ്. എങ്ങും ചുവന്ന കൊടിയൊന്നുമില്ല. ഗ്രാമത്തിൽ പോയതൊക്കെ അത് ഞാനപ്പോ ഒരു ഗ്രാമത്തില് ഞാൻ ഫ്ലൈറ്റിന് പോകുമ്പോൾ നമ്മുടെ കോട്ടയത്തുകാർ കുറച്ച് കന്യാസ്ത്രീമാര് അവർ സാറ് ഞങ്ങളുടെ കോൺവെന്റ് വരുന്നത് ഞാൻ വരാം, എന്താ കുഴപ്പം, ഇത് സ്വപ്പം ദൂരെയാണെന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിയാം. വെള്ളം അകർത്തവരെല്ലാം അടുത്തായിരിക്കും. ഏതായാലും കാറിൽ പോണ വഴിക്ക് രണ്ട് സ്ഥലത്ത് വിട്ടൊരു കൊടിയില്ല. അപ്പം ഞാൻ അവരോട് ചോദിച്ചിട്ടാ, ഇവിടെ നമ്മുടെ പാർട്ടി ഇല്ലേ? അല്ല സാർ, പാർട്ടിയൊക്കെ ഉണ്ട്, കൊടി വെച്ചാൽ വീട് പൊളിച്ചു കളയും. അത് ഇലക്ഷന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ് കിട്ടും. കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞിട്ടും യന്ത്ര അതിക്രമം ഇട്ടത് അതുകൊണ്ട് പേടിച്ചാണ്. അപ്പം അതൊക്കെ അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി. ഇപ്പം കേരളത്തിലാണ് സാധ്യത. അതിൻ്റെ പ്രാധാന്യം കേരളത്തിലെ പാർട്ടിയും ഇന്ത്യയിലെ പാർട്ടിയും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് പാർട്ടി ചർച്ച ചെയ്യാൻ വേറെ പല മാനദണ്ഡങ്ങൾ ഉണ്ടാവില്ല. ഇത്തവണ ഒരു മാനദണ്ഡമാണ് സീറ്റ് ജയിക്കാൻ പറ്റിയ ആളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനത്ത് നടത്താം. ആ ചർച്ച ഞങ്ങൾ നടക്കാൻ പോണുള്ളൂ. പക്ഷെ ഇക്കാര്യം തീരുമാനമായിട്ടുണ്ട്, സീറ്റ് കിട്ടണം എന്നുള്ളത്. അങ്ങേപ്പോലുള്ള നേതാക്കൾ CPM മുഖമായി ദേശീയത്തിൽ മാറാൻ കഴിവുള്ള നേതാക്കളാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ വരണ്ടേ? അങ്ങനെ പാർലമെന്റിൽ അങ്ങനെ ഞാൻ പറഞ്ഞാൽ പോരല്ലോ, എനിക്കുള്ള കഴിവുണ്ടെന്ന് ബാക്കിയുള്ളവർക്ക് തോന്നണ്ടേ. പിന്നെ ഏത് സീറ്റ് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, അത് പാർട്ടി ചർച്ച ചെയ്യട്ടെ. ചർച്ച ചെയ്ത് തീരുമാനം ഉചിതമായിട്ട് എടുക്കും. ഞാൻ പറഞ്ഞല്ലോ, ജയിക്കണം, അതിന് പറ്റിയ സ്ഥാനാർത്ഥി ആരോ നിർത്തും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പേടിയില്ല എന്നും ഇനിയൊട്ട് പേടിക്കാനില്ല എന്നും തോമസ് ഐസക്. ഇഡി വിളിക്കുമ്പോൾ ഓച്ചാനിച്ചു നിൽക്കാൻ കിട്ടില്ല. പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്ന രാഷ്ട്രീയ നാടകമാണ് ഇഡി നടത്തുന്നത് എന്നും തോമസ് ഐസക് ന്യൂസ് 18നോട് പറഞ്ഞു. പി രാജീവ്, തോമസ് ഐസക്, AC മൊയ്തീൻ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ മുഖ്യമന്ത്രി, അങ്ങനെ വലിയൊരു CPM വളരെ പ്രധാനപ്പെട്ട ചില നേതാക്കളിലേക്കും അവരോട് ബന്ധപ്പെട്ട ആളുകളിലേക്കാണ് ഈ കേന്ദ്ര അന്വേഷണം നോക്കാന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ കാര്യങ്ങൾ. അതുകൊണ്ട് ഈ കേരളത്തിൽ മാത്രമല്ലല്ലോ, ഇന്ത്യ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാര് വേട്ടയാടുകയാണ്. അപ്പം ഞങ്ങൾ മാത്രം എന്താ, രാഹുൽ ഗാന്ധി ഇല്ലേ, സോണിയാഗാന്ധി ഇല്ലേ, ഇവരൊക്കെ ഉണ്ടല്ലോ, കെജ്രിവാൾ, ഇവരൊക്കെ അന്വേഷണം നേരിടില്ലേ. അപ്പോൾ ഇത് പ്രതിപക്ഷത്തിൻ്റെ എതിരെ വേട്ടയാടലാണ്. എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും BJP ചേർന്നു, അതോടെ കേസും തീരും. ഇത് രാഷ്ട്രീയ നാടകമാണ്. അങ്ങനെ CPM ആരെയും കിട്ടാത്തതുകൊണ്ടാണോ തുടർച്ചയായിട്ട് ഇങ്ങനെ വരുന്നത്? എന്താ അവരുടെ മനസ്സിലിരിപ്പൊന്നും ആർക്കറിയാം. പക്ഷേ ഒരു കാര്യമായാലും തെളിയിച്ചിട്ടുണ്ട്, ഇവന്മാരെ പേടിയില്ലെന്നുള്ള കാര്യം. ഇനി പെട്ട് പേടിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അവർ വിളിക്കുമ്പോഴൊക്കെ ഒരു ന്യായം ഇല്ലെങ്കിലും ചെന്ന് ഒച്ചാനിച്ച് നിൽക്കാനൊന്നും കിട്ടൂല.